പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ ഒരു അധ്യായത്തിൽ നമ്മൾ പറ്റി ചിന്തിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 10 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ അകത്ത് കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യം പ്രാപിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 10 തൊട്ട് 17 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കും. അവിടെ കൂനിയായ സ്ത്രീയെ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു സബത്തിൻ്റെ ദിവസം ആരാധനയിലേക്ക് പോയിട്ട് മന്ദിരത്തിൽ പോയി ഓരോരുത്തർക്ക് ശിക്ഷണം എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്, സുസമാചാരം കൊടുത്ത സമയത്ത് അവിടെ ഒരു 18 വർഷം കണ്ട് കൂനിയായ ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. അപ്പോൾ ആ സ്ത്രീയെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ അസുഖം നിന്നിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മണ്ടയിൽ കൈ വെച്ച് തൊട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉണ്ടല്ലോ ഉടനെ തന്നെ നേരെ എണീച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്, യേശുക്രിസ്തു നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കൂനുകളും മാറും. നമ്മുടെ പാപത്തിൻ്റെ കൂന് മാറും, നിരാശയുടെ കൂന് മാറും, നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ കൂന് മാറും. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പരീശ്വരന്മാർ സബത്തിൻ്റെ ദിവസം ഒരാളെ സൗഖ്യം പ്രാപിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതോ അത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് അതിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ യേശുക്രിസ്തു ഇതിനെപ്പറ്റി ചെയ്തപ്പോൾ അവർ യേശുക്രിസ്തുവിനോട് ക്രോധത്തിലായി. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിൻ്റെ മൃഗങ്ങൾക്ക് നീ ഈ സമയത്ത് വെള്ളം കൊടുക്കാൻ നീ അഴിച്ചു വിടുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഈ 18 കൊല്ലം കൊണ്ട് ഈ സ്ത്രീ ഈ പാപത്തിൻ കൊണ്ട്, ഈ പിശാചിക പാപത്ത് കൊണ്ട് കൊനിങ്ങി നടക്കുന്ന അവസ്ഥയിൽ ഇന്ന് അവരെ ഇതിൽ നിന്ന് വിടുതലുണ്ടായപ്പോൾ നിങ്ങൾക്കത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? അപ്പോൾ പറയേണ്ട അർത്ഥം, നമ്മുടെ യഹൂദന്മാരുടെ സബത്ത് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഠിനമായിട്ട് പോകുന്ന ഒരു വ്യവസ്ഥയാണ്. അവർക്ക് മറ്റുള്ള ജനങ്ങളുമായിട്ട് ഒരു ദയം കാണിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ചിന്തിക്കത്തില്ല അവർ. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം? നമ്മൾ ദൈവത്തിന് അനുയോജ്യമായിട്ട് മറ്റുള്ളവർക്ക് പരോപകാരമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ അതാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. അതിനെയാണ് ആസ്പദമാക്കിയാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു നമ്മളെ ദയ കാണിക്കാനും മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കാനുമായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ്. അവിടെ നിയമത്തിനെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ തടയാൻ പാടില്ലെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 7 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ബലിദാനത്വം കൊണ്ടല്ല, നിങ്ങൾ അർപ്പിക്കുന്ന ബലി കൊണ്ടല്ല, നേരെ മറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളോട് ഇഷ്ടപ്പെടുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ പ്രാർത്ഥനയുടെ ബലിദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദശാംശത്തിൻ്റെ ബലിദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള നമ്മൾ കുർബാനകൾ അർപ്പിക്കുമ്പോൾ ബലിദാനം കൊടുക്കുന്നു. പക്ഷേ അതിലൊന്നും യേശു ക്രിസ്തു സന്തോഷിക്കത്തില്ല, യഹോവ സന്തോഷിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ള പാവപ്പെട്ടവരോട് അല്ലെങ്കിൽ സഹോദരന്മാരോട് നമ്മൾ ദയ കാണിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും യഹോവ നമ്മളോട് സന്തോഷിക്കുന്ന ഒരവസരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാണ് അപ്പോൾ ഈ യേശുക്രിസ്തു ആ 18 കൊല്ലമായിട്ട് അസ്വത്തിൽ കിടന്ന ആ സ്ത്രീയെ ആ ബന്ധനത്തിൽ നിന്ന് വിടിപ്പിക്കുക ചെയ്ത്, അങ്ങനെ ഫ്രീ ആയി ആ സ്ത്രീ ഉണ്ടല്ലോ ഇനിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ബന്ധനത്തിൽ നമുക്ക് മുക്തരായി നമ്മൾ ഈ ശരീരത്തുണ്ടാകുന്ന അസുഖങ്ങളെ ആത്മീയ ബന്ധനത്തെക്കൂട്ട് നമ്മൾ ചേർത്തുകൊണ്ടാണ് അത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. യോഹന്നായുടെ പുസ്തകം 8 അധ്യായം 36 എന്താണ് പറയുന്നത്? നീ എൻ്റെ പുത്രൻ ഇതിൽ സ്വതന്ത്രനാണ്, ആരുടെ എന്ത് രോഗങ്ങളും ഉണ്ടോ അതിൽ നിന്ന് അവനെ മുക്തരാക്കാനായിട്ട്. അത് യഹോവ പറയുന്ന വചനമാണ്. എന്താ വെച്ചാൽ യഹോവ പറയുന്നത്, എൻ്റെ പുത്രൻ എന്ന് പറയുക യേശുക്രിസ്തു, അതിന് ഞാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ആരെ വേണമെങ്കിലും ഉണ്ടല്ലോ മുക്തനാക്കി ആർക്ക് വേണമെങ്കിലും സൗഖ്യം കൊടുക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യാനായിട്ടാണ് നമ്മൾ പാപത്തിൻ്റെ കൂനിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ആ പാപത്തിൽ നിന്ന് മുക്തനാക്കാനായിട്ട് യേശുക്രിസ്തുവിന് അധികാരം യഹോവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മീയപരമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഉണ്ടല്ലോ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനുഷ്യരുടെ പ്രയാസങ്ങളും വിഷമങ്ങളെ അത് യേശുക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 27 എന്താണ് പറയുന്നത്? സബത്തിന് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ല മനുഷ്യന് സബത്തിന് വേണ്ടിയല്ല.
നമ്മുടെ ജീവിതത്തിൽ എന്താണ്, നമ്മൾ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മനുഷ്യന് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ്, അവരുടെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന ഒരു നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ ആ നിയമത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയല്ല, അത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ദയ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ യഹോവ ഓരോ വ്യക്തികളെ വാല്യുബിളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞ് അബ്രഹാമിൻ്റെ മോളെ എന്ന് വിളിച്ചത്. അപ്പോൾ അബ്രഹാം നമ്മുടെ പിതാവാണ്. ആ കുലപിതാവിൻ്റെ സന്താനമായിട്ട് നമ്മളെ ചിത്രീകരിക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അബ്രഹാം ഇസാഖ് യാക്കോബിൻ്റെ മക്കളായിട്ട് നമ്മളെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ യഹോവയുടെ അടുത്ത ഒരാളായിട്ട് നമ്മൾ മാറി തീരുവാണ്. അപ്പോൾ ആ സ്ത്രീയെ മകളെന്ന് വിളിച്ചപ്പോൾ ഇന്ന് നമ്മളെല്ലാം മകളെ എന്ന് യഹോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പിതാവിൻ്റെ അടുത്ത് നമ്മൾ ചേർന്ന് നിൽക്കാൻ നമ്മൾ പഠിക്കണം. യഹോവയുടെ ദൃഷ്ടിയിൽ നമ്മൾ എപ്പോഴും പ്രിയകരന്മാരാണ്. യഹോവ നമ്മളെ പിണങ്ങി നോക്കുന്നില്ല. യഹോവ എപ്പോഴും നമ്മളെ പ്രിയകരമായിട്ടാണ് നോക്കുന്നത്. നമ്മൾ യെശയ്യായുടെ പുസ്തകം 41 വാക്കിൽ എന്താ പഠിക്കുന്നത്? പേടിക്കല്ല്, ഞാൻ എപ്പോഴും നിൻ്റെ കൂടുണ്ട്. യഹോവയെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നടക്കുമ്പോൾ യഹോവ എപ്പോഴും നമ്മുടെ കൂടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസുഖങ്ങളുടെ കൂനുണ്ട്, രോഗങ്ങളുടെ കൂനുണ്ട്, ചിന്തകളുടെ കൂനുണ്ട്, നിരാശകളുടെ കൂനുണ്ട്, പാപങ്ങളുടെ കൂനുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ കൂനിൽ കൂടി നമ്മൾ കുനിങ്ങി നടക്കുവാണ്. ഇന്ന് യേശുവിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടുമ്പോൾ, യേശുവിൻ്റെ കൈ നമ്മൾ വേണ്ടി വരുമ്പോൾ നിശ്ചയമായിട്ടും ആ പവിത്രാത്മാവ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ കൂനിനെ മാറ്റിക്കളയാൻ, ഈ ലൗകിക കൂനിനെ മാറ്റിക്കളയാനായിട്ട് യേശുവിനതിനുള്ള കഴിവുണ്ട്. ആ കഴിവ് നമുക്കെല്ലാവരുടെയും കുടുംബങ്ങളിലും നമുക്കും പ്രയോജനപ്പെടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, കടം മേടിച്ച് ഒത്തിരി നിരാശയിലായിരുന്നു. അവൻ പള്ളിയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചില്ല. പക്ഷേ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യഹോവ അവനെ ഉണ്ടല്ലോ അനുഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവന് ജോലി കിട്ടി, അവൻ്റെ ജീവിതം മാറി, എല്ലാ രീതികളും അവൻ്റെ ഫിസിക്കൽ കൂനും അവൻ്റെ എല്ലാ കൂനുകളും മാറി, അവനൊരു ആത്മീയ പുരുഷനായി മാറി. അങ്ങനെ ഈ 18 കൊല്ലം കൊണ്ട് ഈ സ്ത്രീക്ക് കൂന് മാതിരി അവർ നിവർന്ന് നടന്നതുപോലെ തന്നെ ആ വ്യക്തി നടക്കാനായിട്ട് ദൈവം അവന് അവസരം കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഈ വചനത്തെ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ യേശു നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും, പാപത്തിൻ്റെ ബന്ധനങ്ങളെ ഒടിച്ചു കളയും. അത് വിടുതല ചെയ്തു തരും. യഹോവ നമ്മളോട് എപ്പോഴും ദയ കാണിക്കുന്നുണ്ട്. നിയമത്തിന് വേണ്ടിയല്ല, അല്ലാതെ നമ്മളെ ദയ എപ്പോഴും കാണിക്കുന്നുണ്ട്. യഹോവ എല്ലാ വ്യക്തികൾക്കും ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ജനിക്കുന്നവർക്കെല്ലാം യഹോവയുടെ നോട്ടത്തിൽ അത് ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ്. യേശു നമ്മുടെ ജീവിതത്തിനെ പാപത്തിൽ നിന്ന് മുക്തനാക്കി ഒരു പുതിയ ജീവിതമാക്കി തീർക്കാനായിട്ടുള്ള ശക്തി യേശുവിനുണ്ട്. അപ്പോൾ 29ാമത്തെ ഈ നമ്മുടെ നോയമ്പ് ദോസി നമ്മളെല്ലാവരും ഇതിൽ പഠിക്കേണ്ടത് ഇതാണ്. എന്നാൽ ആത്മീയപരമായി നമ്മളുടെ വളർച്ച എങ്ങനെ ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ യഹോവയിലേക്ക് വിശ്വസിക്കുമ്പോൾ പാപത്തിൻ്റെ അതുപോലെ ബന്ധനത്തിൻ്റെ നമ്മൾ മുക്തരായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകി നിൽക്കുക എന്നുള്ളത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ദയ കാണിക്കാനായിട്ട് നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റുള്ളവരുടെ ദയ എങ്ങനെ കാണുമെന്നുള്ളത്. യേശു ദയ നമ്മളെ എങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു. മറ്റുള്ളവരോട് ദയ എങ്ങനെ കാണിക്കുന്നത് പഠിപ്പിച്ചു. അതുപോലെ വിശ്വാസത്തിൻ്റെ പുതുതാക്കി, അല്ലെങ്കിൽ അതിനെ റീഫ്രഷാക്കി, അല്ലെങ്കിൽ അതിനെ നവീകരണം ചെയ്ത് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ എല്ലാ വ്യക്തിയിലും ധാരാളം സമയം കൊണ്ട് അവർക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട്. പക്ഷേ അവരെ വിശ്വാസത്തിൽ കൂടെ ജീവിച്ചു കഴിയുമ്പോൾ യേശു അവരെ ഉണ്ടല്ലോ സൗഖ്യം കൊടുക്കുകയും ആ പ്രയാസത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുക, ഈ വചനത്തേക്ക് പഠിക്കാൻ സാധിക്കുന്ന, യേശു വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ഫിസിക്കലായിട്ടും ആത്മീയപരമായിട്ടും നമ്മൾക്കുണ്ടാകുന്ന കൂന്, നമ്മുടെ ലോഡ്, അത് നിരാശയും കൊണ്ടായിരിക്കാം, പാപം കൊണ്ടായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ രോഗം കൊണ്ടായിരിക്കാം, മറ്റെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം.
അതിനെല്ലാം വിടുതൽ ചെയ്ത് നമ്മളെ ഉണർന്നു നിൽക്കാൻ, നമ്മൾ പാപമുക്തരായിട്ട് നമ്മളെ ഉണർന്നു നിൽക്കാനായിട്ട് നമുക്കൊരു തന്നിട്ട് നമ്മളെ പുതിയൊരു ജീവനാക്കി മാറ്റുവാനായിട്ട് യേശു ക്രിസ്തുവിന് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ വചനം നമുക്ക് ഒരു പവർഫുൾ വചനമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മളെല്ലാവർക്കും, കുടുംബത്തിനും കലീശയ്ക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇതൊരു ഒരു പവർഫുൾ വചനമായി മാറി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും അത് വർക്ക് ചെയ്യട്ടെ. ആ കൂനുമാട്ടിയ സ്ത്രീയെ എങ്ങനെ കൂന് മാറി നിവർന്നു നിന്നോ അതുപോലെ നമ്മൾ പാപത്തിൽ നിന്ന് മാറി നമ്മൾ ഉണർന്നു നിൽക്കുവാനായിട്ട് നമുക്ക് ദൈവം സാധിക്കട്ടെ. നമ്മുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.